ഡെയിലി നമ്മൾ പലതരത്തിലുള്ള ജ്യൂസസ്, അതായത് ഫ്രൂട്ട് ജ്യൂസും പിന്നെ വെജിറ്റബിൾസും നമ്മൾ കഴിക്കാറുണ്ട്. വെജിറ്റബിൾസ് പലതരത്തിലുള്ള വെജിറ്റബിൾസ് ഒന്നുകിൽ ജ്യൂസായിട്ടെങ്കിലും ഇല്ലെങ്കിൽ സലാഡ്സ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എന്നും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡ്രിങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഒന്നുകിൽ മോര് അല്ലെങ്കിൽ കരിക്കും വെള്ളം. കരിക്കും വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കോക്കനട്ട് വാട്ടറിന് ഒരുപാട് കാര്യങ്ങൾ, ബോഡി ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ BP, ഷുഗർ മറ്റ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ ഇത് കേട്ടറിവാണ്. കൺട്രോൾ ചെയ്യാൻ ആൻറ്റി ഏജിങ്ങിനും +1 കരിക്കിൻ വെള്ളം എന്ന് പറയുന്നത്. ഡെയിലി പക്ഷേ ഒരു കരിക്കെന്ന് പറയുന്നത് 50 or 60 ആണ്. അതുകൊണ്ട് ഞാൻ എന്നും അഫോർഡ് ചെയ്യാൻ പറയത്തില്ല. വീക്ക്ലി 2 എങ്കിലും ത്രൈസ് നിങ്ങൾക്ക് വാങ്ങിക്കാം. പുറത്ത് പോയി ഒരു ജ്യൂസ് കുടിക്കുന്നതിന് പകരം ജ്യൂസ് കുടിച്ചോളൂ, വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിന് പകരം നിങ്ങൾക്കൊരു ഗ്ലാസ് കരിക്കിൻ വെള്ളം കുടിക്കാം. അതോടൊപ്പം ഞാനിപ്പോൾ വാങ്ങിച്ചു വെച്ച് കുടിക്കാറാണ്. അവിടെ വെച്ച് മിക്കവാറും അങ്ങനെ കുടിക്കാറില്ല, വല്ലപ്പോഴും ക്ഷീണം തോന്നുന്ന ആ ടൈമിൽ അവിടെ വെച്ച് കുടിക്കും. ഇല്ലെങ്കിൽ വാങ്ങിക്കും, ഒരു ഗ്ലാസ് വെള്ളം എടുക്കും, കരിക്കും വെള്ളം. അതിലേക്ക് ചിയയും കൂടെ ആഡ് ചെയ്യും. വെയിറ്റ് ലോസിനായാലും നമ്മുടെ ബോഡിയിലായാലും ഏറ്റവും ബെസ്റ്റ് ചിയയാണ്. അപ്പോൾ ചിയ ഒരു സ്പൂൺ ഇട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഞാൻ കുടിക്കാറുണ്ട്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം ഒന്നുകിൽ മോര് അല്ലെങ്കിൽ കരിക്കും വെള്ളമാണ്. കരിക്കും വെള്ളത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിയറ്റ്നാം പോയിട്ടുണ്ടെങ്കിൽ വിയറ്റ്നാം സ്റ്റോറി, അവിടെ യുദ്ധം നടന്ന ടൈമിൽ, ഇതെൻ്റെ കേട്ടറിവാണ് കേട്ടോ, യുദ്ധം നടന്ന ടൈമിൽ IV, അതായത് നമ്മൾ ട്രിപ്പ് ആ ഒരു ടൈം കിട്ടാതിരുന്ന സമയത്ത് അവർ IV ആയിട്ട് ട്രിപ്പ് കൊടുത്തിരുന്നത് കോക്കനട്ട് വാട്ടറാണ്. ഇത് കേട്ടിട്ടുണ്ട്. കോക്കനട്ട് വാട്ടറിന് അത്രയും ബെനിഫിറ്റ് ഉണ്ട്. ക്ഷീണം മാറാൻ ഏറ്റവും ബെസ്റ്റാണ് കരിക്കും വെള്ളം എന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ ഡെയിലിയും കുടിക്കുക, ഇല്ലെങ്കിൽ വീക്ക്ലി 2 എങ്കിലും ത്രൈസ് നിങ്ങൾ മറ്റ് പ്രോഡക്ട്സ് എല്ലാം മാറ്റി നിർത്തിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള എന്ത് കഴിച്ചാലും കുടിച്ചാലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് വരും, ഇല്ല എന്നല്ല. പക്ഷേ നമുക്ക് മാക്സിമം അത് മാറ്റി നിർത്തി ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഡെയിലി റൂട്ടീൻ ഇങ്ങനെയാണെങ്കിലും ശരീരത്തിന് ഇഷ്യൂസൊക്കെ എനിക്കുണ്ട് കേട്ടോ. അതിന് പുറമേ പോകുമ്പോൾ മറ്റ് ഐറ്റംസ് കോള, മിറിൻഡ, സ്പ്രൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എവിടെ പോയാലും പ്ലെയിൻ വാട്ടർ, നോർമൽ വാട്ടർ കുടിക്കാറുണ്ട്. ഇല്ലെങ്കിൽ കട്ടൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് ഇതുപോലത്തെ ഡ്രിങ്ക് ഐറ്റംസ്. ഇതാണ് എൻ്റെ ഡെയിലി റൂട്ടീനിൽ. അപ്പോൾ ഹെൽത്തിന്, സ്കിന്നിനും ഏറ്റവും ബെസ്റ്റ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് കരിക്കും വെള്ളമാണ്. ഏത് ടൈം, അതിനൊരു ടൈമില്ല, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കുടിക്കാം. ഒപ്പം ഒരു സ്പൂൺ വരുന്ന ചിയയും കൂടെ ആഡ് ചെയ്താൽ അത്രയും നല്ലത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും, കുഞ്ഞു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഡ്രിങ്ക് കൂടെയാണ് നമ്മുടെ കരിക്കിൻ വാട്ടർ, അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടർ. ട്രൈ ചെയ്ത് നോക്കി.